അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം പൂനെയിൽ നിന്നും വാഷിമിലേക്ക് സ്ഥലം മാറ്റിയ IAS ട്രെയിനി പൂജ ഖേദ്കറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വകാര്യ കാറിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിന്റെ പേരിലും ഒരു പ്രൊബേഷൻ ഓഫീസർക്ക് അനുവദനീയമല്ലാത്ത പ്രത്യേക ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പേരിലുമാണ് പൂജയെ സ്ഥലം മാറ്റിയത്. അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് പൂജ പൂനെ ജില്ലാ കളക്ടറോട് പ്രത്യേക വീടും കാറും ആവശ്യപ്പെട്ടിരുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു. 2023 ബാച്ചിലെ IAS ഓഫീസറാണ് പൂജ. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പൂജയുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് പൂജ സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട്. കാഴ്ച പരിമിതിയുണ്ടെന്ന് കാണിച്ചാണ് യുവതി UPSC പരീക്ഷ എഴുതിയത്. IAS സെലക്ഷന് ശേഷം പൂജയെ മെഡിക്കൽ പരിശോധനക്കായി വിളിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. 2022 ഏപ്രിലിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആദ്യ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവാണെന്ന് പറഞ്ഞ് ഇത് ഒഴിവാക്കുകയായിരുന്നു. 5 തവണ കൂടി പരിശോധനയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല. 6ാമത്തേതിൽ പകുതി സമയം മാത്രമാണ് അറ്റൻഡ് ചെയ്തതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തൻ്റെ സ്വകാര്യ ഔഡി കാറിൽ ചുവന്ന നീല ബീക്കൺ ലൈറ്റും VIP നമ്പർ പ്ലേറ്റും ഉപയോഗിച്ചാണ് വിലസിയിരുന്നത്. ഇതാണ് വിവാദമായതും. കാറിൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബോർഡും പൂജ സ്ഥാപിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. VIP നമ്പർ പ്ലേറ്റുള്ള ഔദ്യോഗിക കാർ, താമസ സൗകര്യം, മതിയായ ജീവനക്കാരുള്ള ഔദ്യോഗിക ചേംബർ, ഒരു കോൺസ്റ്റബിൾ എന്നിവ ഉൾപ്പെടുന്ന അന്യായമായ ആവശ്യങ്ങളും ഖേദ്കർ ഉന്നയിച്ചിരുന്നു. നിയമപ്രകാരം ഒരു ട്രെയിനിക്ക് ഈ സൗകര്യങ്ങളൊന്നും അനുവദനീയമല്ല. ഇതുകൂടാതെ അഡീഷണൽ കളക്ടർ അജയ് മോറ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേംബറും പൂജ കൈവശപ്പെടുത്തി സ്വന്തം പേരെഴുതിയ ബോർഡും വെച്ചു. അഡീഷണൽ കളക്ടറുടെ അനുമതിയില്ലാതെയാണ് അവർ കസേര, സോഫകൾ, മേശ ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും നീക്കം ചെയ്തത്. ശേഷം ലെറ്റർ ഹെഡ്, വിസിറ്റിംഗ് കാർഡ്, പേപ്പർ വെയ്റ്റ്, നെയിം പ്ലേറ്റ്, റോയൽ സീല്, ഇൻ്റർകോം എന്നിവ നൽകാൻ റവന്യൂ അസിസ്റ്റന്റ് നിർദ്ദേശവും നൽകി. റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ പൂജയുടെ പിതാവും മകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു.